ഷഹബാസ് ഷെരീഫ് പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കുന്നുണ്ടാകാം. പക്ഷേ പാകിസ്ഥാന്റെ വിധിയെഴുതുന്നത് ആ കസേരയല്ല, റാവൽപിണ്ടിയിലെ സൈനിക ആസ്ഥാനമാണ്. ജനാധിപത്യത്തിന്റെ കൊടുന്തോരണങ്ങൾക്കിടയിൽ പാകിസ്ഥാനിൽ ഇപ്പോൾ നടക്കുന്നത് കടുത്ത അധികാര വിടംവലിയാണ്. രാജ്യം കടുത്ത സാമ്പത്തിക തകർച്ചയിലേക്ക് കൂപ്പുകുത്തുമ്പോഴും ആഭ്യന്തര കലാപങ്ങൾ കത്തുമ്പോഴും പാകിസ്ഥാനെ സമ്പൂർണ്ണ പടുകുഴിയിലേക്ക് തള്ളിയിട്ടിരിക്കുന്നത് മറ്റാരുമല്ല, ഫീൽഡ് മാർഷൽ അസിം മുനീറിന്റെ ഏകാധിപത്യ മോഹങ്ങളാണ്. പാകിസ്ഥാനിലെ ഭരണ സംവിധാനം പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി കഴിഞ്ഞു. രാജ്യത്തിന് കാര്യങ്ങൾ പഴയതുപോലെ മുന്നോട്ട് പോകില്ലെന്ന് സാക്ഷാൽ പാക് ആഭ്യന്തരമന്ത്രി തന്നെ പരസ്യമായി തുറന്നു പറഞ്ഞിരിക്കുകയാണ്. മാധ്യമ പ്രവർത്തനത്തിൽ നിന്ന് രാഷ്ട്രീയത്തിലെത്തി ഇപ്പോൾ ക്രിക്കറ്റ് ബോർഡ് അധ്യക്ഷനും മന്ത്രിസഭയിലെ ശക്തനുമായ അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ യാദർശികമല്ല. അത് റാവൽപിണ്ടിയിലെ യജമാനന്മാരുടെ ഉള്ളിലിരിപ്പാണ്. സിവിലിയൻ ഭരണകൂടം പൂർണ്ണ പരാജയമാണെന്ന് കണ്ട് സൈന്യം നേരിട്ട് അധികാരം പിടിച്ചെടുക്കുന്നതിന്റെ മുന്നോടിയാണിത്. പ്രധാനമന്ത്രി ഇസ്ലാമാബാദിൽ പേരിന് മാത്രം ഇരിക്കുമ്പോൾ വിദേശനയവും ആഭ്യന്തര സുരക്ഷയും ആണവ കമാൻഡും ഉൾപ്പെടെ എല്ലാ നിർണായക തീരുമാനങ്ങളും എടുക്കുന്നത് അസിം മുനീറാണ്. ഹൈബ്രിഡ് ഭരണക്രമം പൊളിഞ്ഞ് ജനാധിപത്യത്തിന്റെ മുഖംമൂടി പോലും ഉപേക്ഷിക്കാൻ സൈന്യം ഒരുങ്ങിക്കഴിഞ്ഞു. അസിം മുനീർ പ്രസിഡന്റും മൊഹസിൻ നഖി പ്രധാനമന്ത്രിയുമായി പുതിയൊരു പട്ടാള ഭരണ ക്രമീകരണം വരുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ബലൂചിസ്ഥാനിലും പടരുന്ന സായുധ കലാപങ്ങളും കടുത്ത സാമ്പത്തിക മാന്ദ്യവും കാരണം പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ കത്തുകയാണ്. ചരിത്രത്തിൽ 4 തവണ സൈനിക അട്ടിമറിക്ക് സാക്ഷ്യം വഹിച്ച പാകിസ്ഥാൻ ഇപ്പോൾ 5ാമതൊരു വലിയ അട്ടിമറിയിലേക്ക് വീഴുകയാണോ? ജനാധിപത്യത്തിന്റെ അവസാന നാളുകളും എണ്ണപ്പെട്ട് കഴിഞ്ഞു. എന്താണ് പാകിസ്ഥാനിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? നമുക്ക് പരിശോധിക്കാം. അവിടുത്തെ ആഭ്യന്തരമന്ത്രി നടത്തിയ പരസ്യമായ പ്രസ്താവനയാണ് ഇപ്പോൾ രാജ്യത്ത് വലിയ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുന്നത്. രാജ്യത്തെ നിലവിലെ ഭരണക്രമം ആകെ തകർന്നു പോയെന്നും ഇനി പഴയതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാകില്ലെന്നുമാണ് അദ്ദേഹം തുറന്നടച്ചിരിക്കുന്നത്. ഫീൽഡ് മാർഷൽ അസിം മുനീറിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനും വക്താവുമായ ഒരാൾ ഇത്തരത്തിൽ പരസ്യമായി സംസാരിച്ചാൽ അതിന്റെ അർത്ഥം വ്യക്തമാണ്. സിവിലിയൻ സർക്കാർ പൂർണ്ണ പരാജയമാണെന്ന് കണ്ട് സൈന്യം നേരിട്ട് അധികാരം പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ അണിയറയിൽ സജീവമായി കഴിഞ്ഞു. പാകിസ്ഥാനിൽ വീണ്ടും ഒരു സൈനിക അട്ടിമറിക്ക് കളമൊരുങ്ങുന്നുവെന്ന അഭ്യൂഹങ്ങൾ ഇപ്പോഴും ശക്തമാവുകയാണ്. രാജ്യത്തെ നിലവിലെ ഭരണ സംവിധാനം പൂർണ്ണമായും തകർന്ന് തരിപ്പണമായെന്നും പഴയതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്നുമാണ് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് നയതന്ത്ര കേന്ദ്രങ്ങളിലും രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിലും ഈ ചർച്ചകൾ ചൂടുപിടിച്ചത്. പാക് സൈനിക മേധാവി അസിം മുനീറിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തൻ കൂടിയാണ് അദ്ദേഹം ഇങ്ങനെ പറയുമ്പോൾ പിന്നെ കാര്യങ്ങൾ മാറിമറയും. മാധ്യമ പ്രവർത്തകനിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് എത്തുകയും നിലവിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് അധ്യക്ഷനായി സേവനം അനുഷ്ഠിക്കുകയും ചെയ്യുന്ന അദ്ദേഹം ഷഹബാസ് ഷെരീഫ് മന്ത്രിസഭയിലെ ശക്തനായ അംഗം കൂടിയാണ്. ഒരു പൊതുപരിപാടിയിൽ വെച്ച് അദ്ദേഹം നടത്തിയ ഈ തുറന്നു പറച്ചിൽ യാദൃശികമല്ലെന്നും സിവിലിയൻ ഭരണകൂടം പരാജയപ്പെട്ടുവെന്നും കാണിച്ച സൈന്യം നേരിട്ട് അധികാരം പിടിച്ചെടുക്കുന്നതിന്റെ മുന്നോടിയാണെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഡോൺ പത്രത്തിന്റെ കോളമിസ്റ്റും രാഷ്ട്രീയ വിശകലന വിദഗ്ധനുമായ യൂസഫ് നാസർ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ അദ്ദേഹത്തിന്റെ വാക്കുകൾ സൈനിക മേധാവി അസിം മുനീറിന്റെ ഉള്ളിലിരിപ്പാണ് വെളിപ്പെടുത്തുന്നത്. നിലവിലെ ഭരണവ്യവസ്ഥ തകർന്നുവെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ അദ്ദേഹത്തിനാവില്ല. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇസ്ലാമാബാദിലെ ഓഫീസിൽ ഇരിക്കുന്നുണ്ടെങ്കിലും വിദേശനയം, ആഭ്യന്തര സുരക്ഷ, ജനസംഖ്യാ നിയന്ത്രണം, ആണവ കമാൻഡ്, ഭരണപരമായ മറ്റു തീരുമാനങ്ങൾ എന്നിവയെല്ലാം തീരുമാനമെടുക്കുന്നത് റാവൽപിണ്ടിയിലെ സൈനിക ആസ്ഥാനത്ത് നിന്നും അസിം മുനീറാണ്. എന്തൊരു കഷ്ടമാണല്ലേ! നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്ന വേദികളിൽ പാക് പ്രധാനമന്ത്രിക്കൊപ്പം മുനീറിന്റെ സാന്നിധ്യം ഉണ്ടായതോടെ തന്നെ ഭരണത്തിൽ പാക് സൈന്യം പൂർണ്ണമായി പിടിമുറുക്കി കഴിഞ്ഞിരിക്കുന്നു. നിലവിലെ ഹൈബ്രിഡ് ഭരണക്രമം മാറ്റി പുതിയൊരു സംവിധാനം കൊണ്ടുവരാൻ സൈന്യം പദ്ധതിയിടുന്നതായി മുൻ പാക് സൈനിക ഉദ്യോഗസ്ഥനും യൂട്യൂബറുമായ ആദിൽ രാജ അവകാശപ്പെട്ടു. ജനാധിപത്യത്തിന്റെ മുഖംമൂടി അണിഞ്ഞുള്ള പുതിയ ക്രമീകരണം അനുസരിച്ച് അസിം മുനീർ പ്രസിഡന്റും മൊഹസിൻ നഖി പ്രധാനമന്ത്രിയുമായി മാറിയേക്കാമെന്നാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ സൂചിപ്പിക്കുന്നത്. കടുത്ത സാമ്പത്തിക തകർച്ച, ബലൂചിസ്ഥാനിലും മറ്റും പടരുന്ന സായുധ കലാപങ്ങളും വിമത നീക്കങ്ങളും, പാകിസ്ഥാന്റെ കാശ്മീരിലെ ആഭ്യന്തര പ്രക്ഷോഭങ്ങൾ, രൂക്ഷമായ ഭരണവിരുദ്ധ വികാരം തുടങ്ങിയ കടുത്ത പ്രതിസന്ധികളിലൂടെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ കടന്നു
കടന്നു പോകുന്നത്. ഈ സാഹചര്യത്തിൽ നേരിട്ടുള്ള സൈനിക ഭരണം ഏർപ്പെടുത്താൻ സൈന്യത്തിനു മേൽ കടുത്ത സമ്മർദ്ദമുണ്ടെന്ന് വിരമിച്ച ഇന്ത്യൻ ആർമി മേജർ ജനറൽ CM സേത്ത് വിലയിരുത്തുന്നു. 1947 സ്വതന്ത്രം നേടിയ ശേഷം പിന്നീട് പല വർഷങ്ങളായി 4 തവണയാണ് പാകിസ്ഥാനിൽ സൈനിക അട്ടിമറി നടന്നിട്ടുള്ളത്. ജനാധിപത്യ സർക്കാരുകളെ നിയന്ത്രിച്ച് സൈന്യം പിന്നിൽ നിന്ന് ഭരിക്കുന്ന രീതിയും അവിടെ സാധാരണമാണ്. മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ അറസ്റ്റിനും പുറത്താക്കലിനും ശേഷം അസിം മുനീർ പാക് ഭരണത്തിൽ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു. രാജ്യത്തെ ആഭ്യന്തര പ്രശ്നങ്ങളും രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളും തുടരുന്ന പശ്ചാത്തലത്തിൽ നിലവിലെ സാഹചര്യങ്ങൾ പാകിസ്ഥാനെ 5ാമതൊരു സൈനിക അട്ടിമറിയിലേക്കാണോ നയിക്കുന്നത് എന്നാണ് ലോകരാജ്യങ്ങൾ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. എന്തായാലും കടുത്ത സാമ്പത്തിക മാന്ദ്യം ബലൂചിസ്ഥാനിലും മറ്റും പടരുന്ന ഒരു അവസ്ഥയാണ് പാകിസ്ഥാനിൽ നിലവിലുള്ളത്. അങ്ങനെ സർവനാശത്തിന്റെ വക്കിലാണ് പാകിസ്ഥാൻ ഇന്ന് നിൽക്കുന്നത്. 1947 സ്വാതന്ത്ര്യത്തിന് ശേഷം 4 തവണ സൈനിക അട്ടിമറിക്ക് സാക്ഷ്യം വെച്ച പാകിസ്ഥാൻ ഇപ്പോൾ ഇത് 5ാമതൊരു വലിയ അട്ടിമറിയിലേക്ക് വീഴുകയാണോ എന്നുള്ള നീക്കങ്ങളാണ് അവിടെ നിന്ന് വരുന്നത്. ജനാധിപത്യത്തിന്റെ അവസാന നാളുകളും അവിടെ എണ്ണപ്പെട്ട് കഴിഞ്ഞു. പാകിസ്ഥാന്റെ നിലവിലെ ഗുരുതരമായ പ്രതിസന്ധികൾ നോക്കണം സുഹൃത്തുക്കളെ. വെറുമൊരു ഭരണപരമായ മാറ്റം മാത്രമല്ല പാകിസ്ഥാനിൽ ഇപ്പോൾ നടക്കുന്നത്. സാമ്പത്തികമായി ലോകത്തിനു മുന്നിൽ പൂർണ്ണമായി കൈകൂപ്പി നിൽക്കുകയാണ് ആ രാജ്യം. വിദേശ കറൻസി കരുതലുകൾ വറ്റി വരണ്ടു. സാധാരണക്കാരുടെ ജീവിതം കടുത്ത പട്ടിണിയിലേക്കും വിലക്കയറ്റത്തിലേക്കുമാണ് നീങ്ങുന്നത്. മറുവശത്ത് ബലൂചിസ്ഥാനിലും മറ്റും സൈന്യത്തിനെതിരെ ശക്തമായ സായുധ കലാപങ്ങളാണ് നടക്കുന്നത്. പാക് കാശ്മീർ ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നു. അങ്ങനെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളും ഇപ്പോൾ തന്നെ സർക്കാരിന്റെ നിയന്ത്രണത്തിന് പുറത്താണ് എന്ന് വേണം പറയാൻ. ഈ ഒരു സാഹചര്യത്തിലാണ് രാജ്യം രക്ഷപ്പെടാൻ വേറെ വഴിയില്ലെന്ന ന്യായീകരണവുമായി സൈന്യം നേരിട്ടുള്ള ഭരണത്തിലേക്ക് കടക്കുന്നത്. ഷഹബാസ് ഷെരീഫിന്റെ നിസ്സഹായാവസ്ഥയും പ്രധാനമന്ത്രി പദത്തിന്റെ യഥാർത്ഥ മുഖവും. അപ്പോൾ നോക്കണം സുഹൃത്തുക്കളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായി ഷഹബാസ് ഷെരീഫ് ഇപ്പോഴും അവിടെ ഓഫീസിൽ ഇരിക്കുന്നുണ്ട്. ലോകത്തിന് മുന്നിൽ പാകിസ്ഥാനെ പ്രതിനിധീകരിക്കുന്നതും അദ്ദേഹമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അതൊരു വെറും നോക്കുകുത്തി പദവി മാത്രമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ് എന്നതാണ് സത്യം. രാജ്യത്തിന്റെ വിദേശ നയം എങ്ങനെ ഉപയോഗിക്കണം, ആഭ്യന്തര സുരക്ഷ എങ്ങനെ കൈകാര്യം ചെയ്യണം, ജനസംഖ്യ നിയന്ത്രണം, എന്തിനേറെ പറയുന്നു പാകിസ്ഥാന്റെ ആണവ കമാൻഡ് അടക്കമുള്ള അതിനിർണായകമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് ഷഹബാസ് ഷെരീഫോ മന്ത്രിസഭയോ അല്ല, റാവൽപിണ്ടിയിലെ സൈനിക ആസ്ഥാനത്തിരുന്ന് ഫീൽഡ് മാർഷൽ അസിം മുനീറാണ്. ഇനി നിർണായകമായ മീറ്റിംഗുകളായാലും ഔദ്യോഗിക വേദികളിലായാലും പ്രധാനമന്ത്രിക്കൊപ്പം അസിം മുനീറിന്റെ സാന്നിധ്യം പതിവായിരിക്കും. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിൽ സിവിലിയൻ ഭരണകൂടം പൂർണ്ണമായും അപ്രസക്തമായി കഴിഞ്ഞു എന്ന് വ്യക്തമാണ്. ജനാധിപത്യം എന്ന പേരിന് പോലും വില കൽപ്പിക്കാത്ത ഈ സൈനിക ആധിപത്യം പാകിസ്ഥാനെ 5ാമതൊരു വലിയ അട്ടിമറിയിലേക്കാണ് നയിക്കുന്നത്. പതിറ്റാണ്ടുകളായി ജനാധിപത്യത്തിന്റെ മേലങ്കി അണിഞ്ഞ് പാകിസ്ഥാനിൽ അരങ്ങേറിയ നാടകങ്ങളെല്ലാം ഇപ്പോൾ അവസാനിക്കുകയാണ്. ജനങ്ങൾ തിരഞ്ഞെടുത്ത ഭരണകൂടങ്ങൾ വെറുമൊരു നിഴൽ മാത്രമാണെന്നും റാവൽപിണ്ടിയിലെ സൈനിക മേധാവി അസിം മുനീറാണ് യഥാർത്ഥ ഭരണാധികാരി എന്നുമുള്ള യാഥാർത്ഥ്യം ഇന്ന് ആ രാജ്യത്ത് പരസ്യമായ രഹസ്യമായി മാറി. സാമ്പത്തികമായ തകർച്ചയും ആഭ്യന്തര കലാപങ്ങളും സർക്കാരിന്റെ പിടിപ്പുകേടും കാരണം പാകിസ്ഥാൻ ഇന്ന് എത്തി നിൽക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവിലാണ്. സിവിലിയൻ മുഖമൂടികൾ പോലും ഉപേക്ഷിച്ച് സൈന്യം നേരിട്ട് അധികാരം പിടിച്ചെടുക്കുന്ന 5ാമതൊരു അട്ടിമറിയിലേക്ക് ആ രാജ്യം നീങ്ങുമ്പോൾ അത് പാകിസ്ഥാനെ എങ്ങോട്ടായിരിക്കും നയിക്കുക? ജനാധിപത്യത്തിന്റെ ലേബിളിൽ വർഷങ്ങളായി പാകിസ്ഥാനെ നിയന്ത്രിച്ചിരുന്ന പട്ടാളം ഇനി മുഖംമൂടി പോലുമില്ലാതെ പരസ്യമായി കസേര പിടിച്ചെടുക്കാൻ ഒരുങ്ങുമ്പോൾ അത് ആ രാജ്യത്തെ എങ്ങോട്ട് നയിക്കും? അസിം മുനീറിന്റെ ഈ കരുനീക്കങ്ങൾ പാകിസ്ഥാനെ പൂർണ്ണമായ തകർച്ചയിലേക്ക് തള്ളിവിടുമോ? എന്നാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.